ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതൊരു പുതിയ തുടക്കമാണ്. എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോസിൽ എൻ്റെ ചാനലിൽ കൂടുതലായിട്ടും ഉൾക്കൊള്ളിക്കുന്നുണ്ടാവുക എഡ്യൂക്കേഷണൽ വീഡിയോസ് ആയിരിക്കും കേട്ടോ. സോഷ്യൽ സയൻസ്, ഇക്കണോമിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും കൂടുതലായിട്ടും ഉണ്ടാവുക. അത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണ് ഇക്കണോമിക്സ് എന്നുള്ളൊരു ടോപ്പിക്കോട് കൂടിയിട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. സിമ്പിളായിട്ട് നമുക്കൊന്ന് നോക്കാം എന്താണ് ഇക്കണോമിക്സ് എന്നുള്ളത്. Economics is the study of how people make choices about how to use limited resources like time, money, and materials to satisfy their endless wants and needs. എന്താണ് ഇക്കണോമിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു പഠന ശാഖയാണ് അല്ലേ. എന്തിനെക്കുറിച്ചുള്ളത്? എങ്ങനെയാണ് ജനങ്ങൾ, പീപ്പിൾസ് എങ്ങനെയാണ് ലിമിറ്റഡ് റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ അൺലിമിറ്റഡ് വാൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു പഠനമാണ് ഈ ഇക്കണോമിക്സ് എന്നുള്ളത്. ഓക്കെ, നമുക്കെല്ലാവർക്കും അറിയാം അൺലിമിറ്റഡ് വാൻസ് ആൻഡ് ലിമിറ്റഡ് റിസോഴ്സസ് ആണ് നമുക്കുള്ളതെന്ന്. എല്ലാ ആളുകൾക്കും ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് ആവശ്യങ്ങളും ഉണ്ടാവും അല്ലേ. പക്ഷേ ഈ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് വളരെ മിനിമം ആയിരിക്കും. അപ്പം ആ മിനിമം റിസോഴ്സസ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ അൺലിമിറ്റഡ് ആയിട്ടുള്ള വാൻസ് സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് നമ്മൾ പഠിക്കുന്നില്ലേ. നമ്മൾ ആ അൺലിമിറ്റഡ് റിസോഴ്സസ് എങ്ങനെയാണ് ഈ ഓരോ വാൻസിനും നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പഠിക്കുന്ന ഒരു ശാഖയാണ് ഇക്കണോമിക്സ്. ഇക്കണോമിക്സ് എന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഒരു ഗ്രീക്ക് വേർഡായിട്ടുള്ള ഒയ്ക്കണോമിയ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കിൽ നിന്നാണ്. ഒയ്ക്കണോമിയ എന്നുള്ള ഒരു ഗ്രീക്ക് വേർഡ്, അതിൻ്റെ അർത്ഥം വരുന്നത് ഹൗസ് ഹോൾഡ് മാനേജ്മെൻ്റ് ആണ്. ഓയിക്കോസ് എന്ന് പറയുന്നത് ഹോം എന്നാണ് അർത്ഥം വരുന്നത്. നോമോസ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ രണ്ട് വാക്കും കൂടിയിട്ടാണ് ഓയിക്കണോമിയ എന്നുള്ള ഒരൊറ്റ ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഇക്കണോമിക്സ് എന്നുള്ള വേർഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഇക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ലിമിറ്റഡ് റിസോഴ്സ്, ഒരുപാട് ഇക്കണോമിക്സ് ഡെഫിനേഷൻസ്, മണി ആൻഡ് മെറ്റീരിയൽസ് ടു സാറ്റിസ്ഫൈ ദെയർ. പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 4 ഡെഫിനേഷൻസ് ഉണ്ട്. വെൽത്ത് ഡെഫിനേഷൻ, വെൽഫെയർ ഡെഫിനേഷൻ. എന്താണ് ഇക്കണോമിക്സ് ഉദ്ദേശിക്കുന്നത്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മോഡേൺ ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു പഠന ശാഖയാണ് അല്ലേ എന്നൊക്കെ പറയുന്നത്. എന്തിനെ കുറിച്ചുള്ളത്? ഇക്കണോമിക്സിന്റെ എങ്ങനെയാണ് ജനങ്ങൾ, പീപ്പിൾസ് എങ്ങനെയാണ് എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് ലിമിറ്റഡ് റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ അൺലിമിറ്റഡ് വാൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ എന്നുള്ളത്. അതാണ് ഞാൻ ഈ ക്ലാസ്സിൽ വിവരിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, താങ്ക് യു. നമുക്കെല്ലാവർക്കും അറിയാം അൺലിമിറ്റഡ് വാൻസ് ആൻഡ് ലിമിറ്റഡ് റിസോഴ്സസ് ആണ് നമുക്കുള്ളതെന്ന്. എല്ലാ ആളുകൾക്കും ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് ആവശ്യങ്ങളും ഉണ്ടാവും അല്ലേ. പക്ഷേ ഈ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് വളരെ മിനിമം ആയിരിക്കും. അപ്പം ആ മിനിമം റിസോഴ്സസ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ അൺലിമിറ്റഡ് ആയിട്ടുള്ള വാൻസ് സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് നമ്മൾ പഠിക്കുന്നില്ലേ. നമ്മൾ ആ അൺലിമിറ്റഡ് റിസോഴ്സസ് എങ്ങനെയാണ് ഈ ഓരോ വാൻസിനും നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പഠിക്കുന്ന ഒരു ശാഖയാണ് ഇക്കണോമിക്സ്. ഇക്കണോമിക്സ് എന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഒരു ഗ്രീക്ക് വേർഡായിട്ടുള്ള ഒയ്ക്കണോമിയ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കിൽ നിന്നാണ്. ഒയ്ക്കണോമിയ എന്നുള്ള ഒരു ഗ്രീക്ക് വേർഡ്, അതിൻ്റെ അർത്ഥം വരുന്നത് ഹൗസ് ഹോൾഡ് മാനേജ്മെൻ്റ് ആണ്.
ഓയിക്കോസ് എന്ന് പറയുന്നത് ഹോം എന്നാണ് അർത്ഥം വരുന്നത്. നോമോസ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ രണ്ട് വാക്കും കൂടി കൂടിയിട്ടാണ് ഓയിക്കണോമിയ എന്നുള്ള ഒരൊറ്റ ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഇക്കണോമിക്സ് എന്നുള്ള വേർഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഇക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ഇക്കണോമിക്സിൻ്റെ ഡെഫിനേഷൻസ് ഉണ്ട്, ഒരു 10 ഡെഫിനേഷൻ ഉണ്ട്. പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 4 ഡെഫിനേഷൻസ് ഉണ്ട്. വെൽത്ത് ഡെഫിനേഷൻ, വെൽഫെയർ ഡെഫിനേഷൻ, അതുപോലെ തന്നെ സ്കാർസിറ്റി ഡെഫിനേഷൻ, മോഡേൺ ഡെഫിനേഷൻ, അതായത് ഗ്രോത്ത് ഡെഫിനേഷൻ എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഇക്കണോമിക്സിൻ്റെ 2 ടൈപ്സ് ഉണ്ട്, മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട് ഇക്കണോമിക്സിൽ, നമുക്കറിയായിരിക്കും. അപ്പം ഇത് എന്താണ് ഇക്കണോമിക്സ് എന്ന് ചോദിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് ഒരൊറ്റ വാക്യത്തിൽ നമുക്ക് പറയാൻ പറ്റുവാണെങ്കിൽ അതാണ് ഞാൻ ഈ ക്ലാസ്സിൽ വിവരിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, താങ്ക് യു.